അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഭിന്നിപ്പിൻ്റെ രാഷ്ട്രീയവുമായി മുന്നോട്ടു പോവുകയാണ് സംഘപരിവാർ ശക്തികൾ. വർഗീയ ധ്രുവീകരണത്തിന് വീണുകിട്ടുന്ന ഒരവസരവും അവർ പാഴാക്കാറില്ല. പുതിയ അവസരങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് തങ്ങളുടെ വോട്ട് ബാങ്ക് ഉറപ്പിക്കുവാനും അധികാരം നിലനിർത്തുവാനും വല്ലാതെ പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണവർ. ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളാകട്ടെ, ഒരു ന്യൂനപക്ഷത്തിന് എതിരായി നിയമങ്ങൾ പാർലമെൻറ്റിൽ പാസ്സാക്കപ്പെടുമ്പോൾ മറ്റു ന്യൂനപക്ഷങ്ങൾ ആ നിയമത്തെ അനുകൂലിക്കുകയും ന്യൂനപക്ഷങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന കാഴ്ചയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരിക്കലും ഇത് ഒരു സമുദായത്തെ മാത്രം ബാധിക്കുന്ന പ്രശ്നമല്ല. വഖഫ് ഭേദഗതി ബില്ല് പാസ്സാക്കപ്പെടുകയും നടപ്പാക്കപ്പെടുകയും ചെയ്യുമ്പോൾ ആദ്യമായി അത് നമ്മുടെ ഭരണഘടനയെ അട്ടിമറിക്കുന്നതാണ് എന്ന യാഥാർത്ഥ്യത്തെ നാം തിരിച്ചറിയണം. ഇന്ന് നാം അനുഭവിക്കുന്ന പല പ്രശ്നങ്ങളും ഭാവിയിൽ വലിയ പ്രശ്നങ്ങളായി മറ്റു ന്യൂനപക്ഷങ്ങളെ കൂടി ബാധിക്കുന്നതാണ് എന്ന തിരിച്ചറിവിലേക്ക് നാം വരേണ്ടതുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് ഭിന്നിപ്പിച്ചും ഭയപ്പെടുത്തിയും ഭരിക്കുക എന്ന, അധികാരം നിലനിർത്തുക എന്ന സംഘപരിവാർ സ്ട്രാറ്റജിയെ എടുത്തു കാണിക്കുവാനും ഭരണഘടനയെ സംരക്ഷിക്കേണ്ടതിൻ്റെ ബാധ്യതയെ ഓർമ്മപ്പെടുത്തുവാനും വരുന്ന ഏപ്രിൽ 15 ആലുവയിൽ നടക്കുന്ന മഹല്ല് കൂട്ടായ്മയുടെ വഖഫ് ഭേദഗതി ബില്ലിനെതിരെയുള്ള പ്രതിഷേധ സമ്മേളനത്തിൽ ഞാനും പങ്കെടുക്കുന്നു. എല്ലാ ആശംസകളും നേരുന്നു. എല്ലാവരുടെയും സാന്നിധ്യം ഉറപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.